ഹലോ ഗൈസ്, വീണ്ടും ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസമല്ല, സെയിം ഡേ തന്നെ നമ്മൾ ആറാട്ടുപാറ ട്രക്കിങ്, അതായത് നമ്മൾ ജസ്റ്റ് ആറാട്ടുപാറയുടെ മുകളിലേക്ക് കയറാനുള്ള പരിപാടിയൊക്കെ നോക്കിയായിരുന്നു. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. അതേപോലെ തന്നെ നമ്മൾ അടുത്തത് ട്രൈ ചെയ്യാൻ നോക്കാൻ പോകുന്നതാണ് ഫാൻറ്റം റോക്ക് എന്ന് പറയുന്നത്. വയനാട്ടിൽ തന്നെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് ഫാൻറ്റം റോക്ക് എന്ന് പറയുന്നത്. ഇവിടെ റോഡിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ ആറാട്ടുപാറ എന്ന് പറയുന്നത് അത്യാവശ്യം അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ള പ്ലേസാണ്. അവിടെയുള്ള ആൾക്കാർക്ക് മാത്രമാണ് അതിനകത്തോട്ട് കയറി പോകാനുള്ള വഴിയും കാര്യങ്ങളൊക്കെ അറിയുള്ളൂ. അപ്പോൾ ഫാൻറ്റം റോക്കിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഫാൻറ്റം റോക്ക് 0 കിലോമീറ്റേഴ്സ് ഇവിടെ വഴിയും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ഇതേപോലെ ട്രിപ്പും കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഉണ്ടായോ അറിയില്ല, പോയി നോക്കാം. നമ്മളിപ്പോൾ ഫാൻറ്റം റോക്കിലാണ് ഉള്ളത്. ഇത് പാറയാണോ? ഈ ഫാൻറ്റം റോക്ക് എന്ന് പറഞ്ഞാൽ എഴുതി വെച്ചതോ? ഇതാണ് ഇതാ കാണുന്നത്, റോക്ക് വേ. അപ്പുറത്തേക്കൂടെയാ? ബൈക്ക് അവിടെ വയ്ക്കണോ? ബൈക്ക് അവിടെ വയ്ക്കണമെന്നാണോ പറഞ്ഞത്? അതന്നെ. എന്നിട്ട് നടന്നു വരണോ? ഇറങ്ങി വേണ്ട. എന്താ ബൈക്ക് അവിടെ? ബൈക്ക് അവിടെ നിന്നായിരിക്കില്ലേ പറഞ്ഞത്? ബൈക്ക് ഇങ്ങോട്ട് കയറി വരാൻ പറ്റില്ല എന്നാണ് അവർ പറഞ്ഞത്. വണ്ടികളൊന്നും. അപ്പം നമ്മൾ പട്ടി എനിക്ക് തോന്നുന്നു ക്വാറിയല്ലേ അമ്മാർ. ആ പാറ മാത്രം ഇവിടെ വെച്ചാലോ? ഇവിടെ ആയിരിക്കും എനിക്ക് തോന്നുന്നു വണ്ടിയൊക്കെ നിർത്തിയ സ്ഥലം എന്ന് തോന്നുന്നത്. ഇതാണ് നമ്മളിത് ഇവിടെ വണ്ടി വയ്ക്കുകയാണ്. ഇതൊക്കെ അടിപൊളി പാറ തന്നെയാണല്ലേ. നമ്മളിവിടെ വണ്ടി വെച്ചു, നമ്മുടെ ഫോൺ ഊരിയെടുത്തു, തിരിച്ച് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും ഞാൻ ഹെൽമെറ്റ് തന്നെയാണ് ക്യാമറ മൗണ്ട് ചെയ്തേക്കുന്നത്. ഇവിടെയും ചെറിയ ചെറിയ പാറകളൊക്കെ കാണാം. അടിപൊളി. നടന്നാലോ? അവിടെ വലിയൊരു പാറയുണ്ട്, കാണാൻ പറ്റണമെന്ന് വിചാരിക്കണം. അത് നിൽക്ക്. താങ്ക് യു. അപ്പോൾ നമ്മുടെ വണ്ടി ഇതാട്ടോ, നമ്മൾ പുതിയതായിട്ട് ഫിറ്റ് ചെയ്ത ക്യാരിയർ, ലഗേജും കാര്യങ്ങളൊക്കെ വയ്ക്കാൻ വേണ്ടി. നോ പാർക്കിംഗ് നീതി വെച്ചിട്ടുണ്ടല്ലോ ഇവിടെ. കുഴപ്പമുണ്ടാവില്ല. എന്താ നെല്ലും മഞ്ഞളൊക്കെ ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഫ്ലിപ്കാർട്ടിൻ്റെ ബോക്സ് കിടക്കണ്ടല്ലോ, അടിപൊളി. ഇതും റബ്ബർ തോട്ടം കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇതിൻ്റെ ഉള്ളിലാണ് ആക്ച്വലി എന്തുള്ളത്, നമ്മുടെ ഫാൻറ്റം റോക്ക് ഇരിക്കുന്നത്. വേറെ പ്രത്യേകിച്ചൊന്നുമല്ല. ഫാൻറ്റം റോക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഒരു കല്ല് മറ്റൊരു കല്ലിൻ്റെ മുകളിൽ എന്ത് ചെയ്യണം ഇരിക്കുന്നതാണ് ഫാൻറ്റം റോക്ക് എന്ന് പറയുന്നത്. നിങ്ങൾക്കത് ക്യാമറയിൽ ഇപ്പോൾ കാണാം. ഇതാണ് സംഭവം, ഈ ഒരു സംഭവം. അപ്പോൾ പോപ്പുലർ ടൂറിസ്റ്റ് സൈറ്റ് ഇൻ ദ മൗണ്ടെയ്ൻസ് വിത്ത് എ ലാർജ് നാച്ചുറൽ ലോക്ക് ഫോർമേഷൻ ആക്സസ്ഡ് ബൈ ട്രെക്കിംഗ്. മറ്റേ സംഭവം നമ്മൾ ഓൾറെഡി ആറാട്ടുപാറയും ഇതും ഒരു ദിവസം തന്നെയാണ് ഷൂട്ട് ചെയ്യുന്നത്. ആറാട്ടുപാറന്ന് ഏകദേശം ഒരു 2.5 കിലോമീറ്ററേ ഉള്ളൂ ഫാൻറ്റം റോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഈ സ്ഥലത്തോട്ട്. എവിടെ? കോടയും കാര്യങ്ങളൊക്കെ ഇപ്പോഴും അവിടെ ഉണ്ട്. നമുക്ക് അവരോട് ചോദിച്ചു നോക്കണം.
ക്യാമറ ചിലപ്പോൾ ഞാൻ ഓഫ് ചെയ്യും, കാരണം കോറിയും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ, അതുകൊണ്ട് ഞാൻ ക്യാമറ ഓഫ് ചെയ്യാണ് കേട്ടോ. കുറച്ച് കഴിഞ്ഞിട്ടാണ് അത് നമ്മൾ ഫാൻറ്റം റോക്ക് ലക്ഷ്യമാക്കി. അവിടെ ആക്ച്വലി ആ കോറിഡർ ഉള്ളത് കൊണ്ട് അവർ ഈ വഴി പോയാൽ മതി എന്ന് പറഞ്ഞു. ഇത് വലിയ കുഴപ്പമുണ്ടാവില്ല കേട്ടോ, നടക്കാനുള്ളൊരു വഴിയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിവിടുന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇൻസ്റ്റഗ്രാമിൽ കാണാം. ഇൻസ്റ്റഗ്രാമിലെടുത്ത് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. സെയിം ഒരേ ഹൈറ്റൊക്കെ തന്നെ ആയിരിക്കും ചിലപ്പോൾ. അതിനേക്കാളും കൂടുതലില്ലേ? നമ്മൾ ആക്ച്വലി അവിടെ ഒരു പാറയിൽ പോയായിരുന്നു. അതാണ് മറ്റേ എന്താണ് പാറ, ആറാട്ട് പാറയാണ് അത് കാണുന്നത്. അതിൻ്റെ മുകളിലേക്കൊക്കെ പോകാൻ പറ്റും. നമ്മളത് കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അവിടെ നിന്നേ നമ്മൾ ഈ എടുക്കുന്ന ഫോട്ടോസ് എല്ലാം ഇൻസ്റ്റാഗ്രാമിൽ കാണാം കേട്ടോ. നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഞാൻ ഇൻസ്റ്റാഗ്രാമിലേക്ക് ഇടാനുള്ളൊരു വീഡിയോയും കൂടെ സെറ്റപ്പ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇൻസ്റ്റാഗ്രാമിൽ കാണാൻ മതി. നമ്മൾ ചെറിയൊരു കാട്ടുവഴി കൂടെ പുല്ലിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പോവാണ്. ഇവിടെ വരെ ഉള്ളൂ. അത് പോവാം. മേലെ അല്ലേ? ഇത് ആ പാറയൊക്കെ നോക്കിയല്ലേ. നിക്ക് ഒരു മിനിറ്റ്. ആ പാറയൊക്കെ പൊട്ടിച്ചിട്ട് തുടങ്ങി ഒരു സൈഡിൽ നിന്നല്ലേ? അറിയില്ല. അടിപൊളി കേട്ടോ, നല്ല സൂപ്പർ സംഭവമാണ്. അപ്പോൾ നമ്മളിത് ആ കാടിൻ്റെ ഇടയ്ക്കൂടെ ഫാൻറ്റം റോക്കിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റുമെന്ന് നോക്കാണ്. ഇതിലാ ഇത് ഓഫ് ചെയ്യേണ്ടി വരും. അല്ല, അത് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് നിങ്ങൾക്ക് തന്നാൽ പോരെ, ഇതിനകത്തുനിന്ന് കട്ട് ചെയ്തിട്ട്. അവൾക്ക് ഇൻസ്റ്റാഗ്രാമിലും മൊജോയിലും ഇടാൻ വേണ്ടിയിട്ട് വീഡിയോ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓൾറെഡി നമ്മൾ വീഡിയോ എടുക്കുന്നുണ്ടല്ലോ. ഇവിടെ കുറ്റികളൊക്കെ ഉണ്ട് കേട്ടോ, വഴി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറ്റിയൊക്കെ ചെടിയൊക്കെ മുറിച്ച് കളഞ്ഞതിൻ്റെ ഇതുണ്ട്. അപ്പോൾ നമ്മൾ ഫാൻറ്റം റോക്ക് അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അട്ടയൊന്നും ഇല്ലാതിരുന്നാൽ മതി, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അതെ, ഇവിടെ ആക്ച്വലി കടന്നു വരാനായിട്ട് വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഉപ്പുവെള്ളമൊന്നും എടുത്തിട്ടുണ്ടാവുമെന്ന് അറിയില്ല. ഞാൻ നിൻ്റെ അടുത്ത് ബാഗിൻ്റെ അടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ നമ്മളിത് ഫാൻറ്റം റോക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലൊക്കേഷൻസ് ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ഇനിയിപ്പോൾ ആർക്കും അറിയാത്തതൊന്നുമല്ല ഫാൻറ്റം റോക്കും കാര്യങ്ങളൊക്കെ. പക്ഷെ ഇവിടെ ആരും ഇപ്പോൾ വരുന്നില്ലല്ലേ, നമ്മൾ മാത്രമേ കാണുള്ളൂ. അപ്പോൾ ഇതാണ് ഫാൻറ്റം റോക്ക് എന്ന് പറയുന്ന സംഭവം. കണ്ടില്ലേ ഈ കാണുന്നത്, ഇതിനാണ് ഫാൻറ്റം റോക്ക് എന്ന് പറയുന്നത്. ഇത് നാച്ചുറലി ഒരു കല്ലിൻ്റെ മേളിൽ വെറുതെ ഒരു എന്താ പറയുക കല്ലിങ്ങനെ ഇരിക്കുകയാണ്. അതാണ് സംഭവം. ഇവിടെയും പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊരിക്കലും ചെയ്യാൻ പാടില്ല, കാരണം നമ്മൾ ഇതേപോലുള്ള സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വരുമ്പോൾ അതിനനുസരിച്ച് പെരുമാറുക. ഈ വഴിയല്ല, പൊക്കെ നോക്കാം. അറിയില്ല ഉണ്ടോ പ്ലാസ്റ്റിക് വീണ്ടും. അപ്പോൾ നമ്മൾ വീണ്ടും മലയൊക്കെ കയറി. അതെ, ഫാൻറ്റം റോക്കിൻ്റെ വേറൊരു വ്യൂ. അതെ, ഇവിടെ കൂടെയും പോവാം. വേറൊരു പാറ സംഭവമൊക്കെ കാണാം. സംസാരിച്ചിട്ടാണ് ചുമക്കുന്നത്. കുറച്ച് വെള്ളം കുടിച്ച് ശരിയാവും. അടിപൊളി, സൂപ്പറായിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ടല്ലേ? എനിക്ക് തോന്നുന്നു ഫാൻറ്റം റോക്കിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇവിടേക്കും ഒരു വഴിയുണ്ട്.
ഇവിടെ നോക്കിയാൽ നമ്മൾ കയറി വന്ന ആ ഒരു വഴിയൊക്കെ കാണാം. അവരവിടെ നിന്ന് തീയൊക്കെ ഇടുന്നുണ്ട്. അടുത്തുനിന്ന് തീയിട്ടില്ലെന്നുണ്ടെങ്കിൽ പണി കിട്ടും. അവർ ശ്രദ്ധിച്ച് ചെയ്യുള്ളായിരിക്കും. നമ്മളിത് നടന്ന് ഫാൻറ്റം റോക്കിൻ്റെ അടുത്തേക്ക് എത്തി. ഇപ്പം ഞാൻ ഹെൽമെറ്റിൽ മൗണ്ട് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കാണുന്ന അതേ വിഷ്വൽസ് തന്നെയായിരിക്കും നിങ്ങൾക്കും കാണാൻ പറ്റുക. അതുകൊണ്ട് ഞാൻ ഹെൽമെറ്റ് ഊരാതെ ഹെൽമെറ്റിൻ്റെ മേളിൽ ഗോപ്രോ മൗണ്ട് ചെയ്തിട്ട് വച്ചത്. അപ്പോൾ നമ്മൾ ഫാൻറ്റം റോക്കിൻ്റെ മുകളിലെത്തി. അതിൻ്റെ മുകളിൽ ചെടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നോക്കണ്ട, ഉണ്ടോ ഇവിടെ നിന്നുള്ള വ്യൂ അടിപൊളിയാണ്. താഴത്തേക്ക് നടന്നു പോകാനുള്ള വഴി കിട്ടിയിട്ടുണ്ട്, പക്ഷെ നമ്മൾ അങ്ങോട്ടൊന്നും പോകുന്നില്ല. അപ്പോൾ നമ്മൾ ഫാൻറ്റം റോക്കിൻ്റെ മേളിൽ നിന്നുള്ള അതൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഫാൻറ്റം റോക്കിൽ നിന്നുള്ള വ്യൂ ആണ്. നമ്മൾ ഇത് കയറാൻ പറ്റും, വേണ്ട റിസ്ക്കാ, കയറൊന്നുമില്ല. അപ്പോൾ ഇതാണ് ഫാൻറ്റം റോക്ക് കേട്ടോ, വീണ്ടും പറയണു. അതിൻ്റെ മേളൊക്കെ ചെടിയൊക്കെ മുളച്ച് വന്നിട്ടുണ്ട്. എന്താണ് അവിടെ എത്തിയപ്പോഴുള്ള എക്സ്പീരിയൻസ്? അടിപൊളിയായിട്ടുണ്ടല്ലേ? അത് കയറണ്ടോ? കയറാൻ പറ്റും, പക്ഷേ എങ്ങാനും തെറ്റിപ്പോയി കഴിഞ്ഞാലേ റിസ്ക്കാണ്. അപ്പോൾ അത്യാവശ്യം നല്ല വലിപ്പത്തിലുള്ള ആ മലയൊന്നും ഉണ്ടല്ലോ ഏറ്റവും വലുത്, ദേഗാണ്, അതാണ് ഏറ്റവും വലുത്. അതിൻ്റെ മേളിൽ അറിയില്ല, കാണാൻ പറ്റണില്ല, ക്യാമറയിൽ കൂടെ ഒന്നും ഇല്ല. ഇതിൻ്റെ അപ്പുറത്തെ കൂടെ അവിടെ വരെ പോകാനുള്ള വഴിയുള്ളൂ. അവിടെയും വലിയ മലയുണ്ടോ, പേരൊക്കെ എഴുതി പറഞ്ഞ സംഭവം. ആ മലയും വലുതാ. ഇതിനെ മേളിൽ കയറി ചിലപ്പോൾ ഇതൊക്കെ ഇതായിരിക്കും അല്ലേ? അതെ നമ്മുടെ അത് ആ മല ആ മല ആ മല ആ മല നിറച്ച് മലയാണ്. ഇതിന് മേളിലേക്ക് കയറാൻ പറ്റുമോ? ഉണ്ടല്ലേ? നമ്മൾ റിസ്ക് എടുത്ത് കുഞ്ചു കയറാൻ നോക്കുന്നുണ്ട്. തല്ലടിച്ച് വീട് എടുത്തിട്ടോ. അവിടെ അടുത്ത് ചവിട്ടാൻ സ്ഥലമില്ല, അതുകൊണ്ട് ഞാൻ കയറാതിരുന്ന്. അവിടെ അങ്ങനെ വെക്കേണ്ടി വരും കാല്. നമ്മളിത് കുഞ്ഞ് ഫാൻറ്റം റോക്ക്, ഇത് ഫാൻറ്റം റോക്ക് എന്ന് പറയാൻ പറ്റില്ല. ഇത് അടിപൊളിയായിട്ടുണ്ടല്ലോ. എങ്ങനെയാണല്ലോ ഇത്രയും വലിയൊരു കല്ല് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇങ്ങോട്ടാ. പിന്നെ എന്നാലും ഇത് അടിപൊളി വ്യൂ ആയി. സമയം ഇപ്പോൾ 9 മണി ആയിട്ടുള്ളൂ. വലിയ വെയിലും കാര്യങ്ങളൊന്നും ഇല്ലതേ, സൂര്യൻ അവിടെ ഉദിച്ച് വരണേ ഉള്ളൂ. പിന്നെ ആ മലയുടെ മുകളിലേക്കൊക്കെ വഴി ഇട്ടിട്ടുണ്ട് കേട്ടോ. വേണമെങ്കിൽ അങ്ങോട്ടൊക്കെ ഒന്ന് പോയി നോക്കാം കുഞ്ചു. ദേ പടഞ്ഞ് കയറിയിരിക്കണം അതിൻ്റെ മുകളിലേക്ക്. പിടിക്കുക, അവിടെ പിടിച്ച് കയറ്. അടിപൊളി. അപ്പം നമ്മളിത് വേറെ ഒരു പാറയും കൂടെ അപ്പുറത്തുണ്ടെന്ന് പറഞ്ഞില്ലേ, ആ പാറയുടെ മുകളിലേക്ക് പോകാൻ പറ്റുമെന്ന് വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഫാൻറ്റം റോക്കാണ് സൂപ്പർ ആട്ടോ, ഒരു രക്ഷയില്ല, അടിപൊളിയായിട്ടുണ്ട്. ഞാൻ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. ഫോട്ടോസൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയാൽ മതി, അത് കാണാൻ പറ്റും. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ സംഭവം. അയ്യോ അവളങ്ങോട്ട് പോയി, നീ അവിടെ എത്തിയാ? അടിപൊളി വ്യൂയാ. ഞാൻ വീണ്ടും ഹെൽമെറ്റിൻ്റെ മേളിൽ എടുത്ത് ചെന്നു. ഇപ്പോൾ ഞാൻ എങ്ങനെയാണോ വിഷ്വൽ കാണുന്നത് അതേപോലെ തന്നെ ആയിരിക്കും നിങ്ങളും കാണുന്നുണ്ടാവുക. സംഭവം അടിപൊളിയാട്ടത്, നല്ല കിടിലൻ വിഷ്വലാണ്, രക്ഷയില്ല. അപ്പോൾ ഇത് അവിടെയാണ് ഫാൻറ്റം റോക്ക്, അടിപൊളി സൂപ്പറായിട്ടുണ്ട്. ഇവിടെ വേറൊരു പാറ, അതിൻ്റെ മുകളിൽ വരെ ആൾക്കാരൊക്കെ കയറിയിട്ടുണ്ടോ. അതിൻ്റെ മുകളിലൊക്കെ പേരൊക്കെ എഴുതിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ അതിൻ്റെ ഫാൻറ്റം റോക്കിൻ്റെ തൊട്ടിപ്പുറത്തുള്ള ആ ഒരു പാറയിലേക്ക് വലിഞ്ഞ് കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അടിപൊളി. ഇതും ഇപ്പോഴാണല്ലോ വെയിൽ വന്ന അത്യാവശ്യം. അവിടെ പോയായിരുന്നോ? അയ്യോ ഇതാ കാണുന്ന പാറയില്ലേ, ആ കാണുന്ന പാറ
അമ്പോ ആ ഒരൊറ്റ കല്ലിരിക്കുന്നുണ്ട് അവിടെ. ആ ഒറ്റക്കല്ല് അവിടെ എത്താൻ പറ്റും. ആ അത് ആറാട്ടുപാറ എന്ന് പറഞ്ഞ സെർച്ച് ചെയ്താൽ മതി. പക്ഷെ കയറാൻ ഇത്രയും ഗ്യാപ്പുള്ളൂ. അതിൽ കൂടെ കയറിയിട്ട് ഗുഹയല്ല, 2 പാറയുടെ ഇടയിൽ കൂടെ ഒരു ഗ്യാപ്പ്. ഇത് കോറിയിരുന്നല്ലേ എൻ്റെ അമ്മേ. ചേട്ടായുടെ പേരെന്താ? നിഖിലല്ലേ? അതിൻ്റെ മുകളിൽ സ്റ്റേ ചെയ്യാ. ഞങ്ങൾ ബത്തേരിയിൽ. നിങ്ങളെവിടെയപ്പോൾ സ്റ്റേ? ടെൻ്റ് എന്താണ്? ഫ്രണ്ട്സ് ഉണ്ടല്ലേ? പക്ഷെ പകുതി ക്ലോസ്ഡ് ആണ് കേട്ടോ. ഞങ്ങളിവിടുത്തെ എല്ലാം പോയതാ. 900 നമ്മൾ സ്റ്റേ അടിക്കണമെങ്കിൽ വേണ്ടി പോകണം. ആ മേളിലേക്ക് കയറി പോകുന്ന വഴി മാത്രമല്ലേ ഉള്ളൂ. പോയില്ല പിന്നെ. ഉണ്ട് ഇവിടെ നിന്നുള്ള ഫാൻറ്റം റോക്കിന്റെ വ്യൂ കണ്ട അടിപൊളിയായിട്ടുണ്ടല്ലേ? ആ ചെറിയൊരു മുഖം കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. ഒരു മുഖം പോലെയൊക്കെ തോന്നുന്നുണ്ട് ഇവിടെ നോക്കുമ്പോൾ. ജസ്റ്റ് സൂപ്പർ ആയിട്ടുണ്ടല്ലോ, അടിപൊളി. ഇപ്പോൾ ഇവിടെ നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇൻസ്റ്റാഗ്രാമിൽ കാണാം. ഇവിടെ കോറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഇനി എത്ര നാളുണ്ടെന്ന് നമുക്കറിയില്ല. ഇതൊക്കെ വന്ന് എക്സ്പ്ലോർ ചെയ്യായിരിക്കും നല്ലത്. ഉണ്ട് ഇവിടെ നിന്നൊക്കെയുള്ള വ്യൂ സൂപ്പറാണ്, രക്ഷയില്ല. അപ്പോൾ നമ്മൾ മറ്റേത് കയറിനേക്കാളും കുറച്ചും കൂടി ഈസിയാണ് കേട്ടോ. അത്രയും വലിയ പ്രശ്നം ഉണ്ടെന്ന് തോന്നണമെന്നില്ല. അടിപൊളി വഴിയുണ്ട്, കറക്റ്റ് വഴി കൊടുത്തിട്ടുണ്ട് കയറി പോരാനായിട്ട്. നല്ല വ്യൂ ആണ്, ഒരു രക്ഷയില്ല, അടിപൊളി. വന്നാൽ എന്തായാലും കാലത്ത് വരണം. മതി ഇപ്പോൾ 10 മണി ആവാറായി, നല്ല വെയിലൊക്കെ ആയി തുടങ്ങി. നല്ല കോടയൊക്കെ ഉണ്ടാവും ചിലപ്പോൾ അല്ലേ, അറിയില്ല. അടിപൊളി, അത്രേ ഉള്ളൂ. റിസ്ക് ആണ്, നോക്കി കണ്ടൊക്കെ നിൽക്കണം. ആ ഇവിടെയൊക്കെ ടെൻ്റ് അടിച്ച് സൂപ്പർ ആയിരിക്കും അല്ലേ? സൺറൈസ് പക്ഷെ അവിടെയാണ്, ബാക്കിലാ സൺറൈസ് അവിടെയാണ്. ആ സൈഡിൽ നിന്ന് സൺ വരുന്നത്. ഈ വ്യൂ ഒക്കെ സൂപ്പറാണ്, രക്ഷയില്ല. അപ്പം നമ്മളിത് ഫാൻറ്റം റോക്കിൻ്റെ അതിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അടിപൊളിയില്ലേ, രക്ഷയില്ലാത്ത വ്യൂ ആട്ടത്. ഫാൻറ്റം റോക്ക് അവിടെ, നമ്മൾ ഈ വഴി കൂടെ നടന്നുകൊണ്ടിരിക്കണം. പോവാണോ? അത് ശരി, അടിപൊളി. ആ ഇവിടെ നിന്നാണല്ലേ കുറച്ചും കൂടെ മുഖത്തിൻ്റെ വ്യൂ. ഇവിടെ നിന്നാണല്ലേ കുറച്ചും കൂടെ മുഖത്തിൻ്റെ വ്യൂ. അല്ല വ്യൂ ഉണ്ട് ഇവിടെ നിന്ന്. അല്ല ഇത് ഫാൻറ്റം റോക്ക് തന്നെ അടിപൊളിയായിട്ടില്ലേ? നല്ല ഉള്ളോ? ആ എല്ലാം ഉണ്ട്, അതാണല്ലോ ഫാൻറ്റം സംഭവം എന്ന് വിളിക്കുന്നത്. ഫാൻറ്റം റോക്കും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞു. ഫാൻറ്റം റോക്ക് ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഫാൻറ്റം റോക്കും കാര്യങ്ങളൊക്കെ എല്ലാം കണ്ടു കഴിഞ്ഞതിന് ശേഷം
തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടിപൊളിയായിട്ടുണ്ടാ. അപ്പോൾ വയനാട് വരുന്നവർ മിസ് ചെയ്യാൻ പറ്റാത്തൊരു പ്ലേസാണ് ഫാൻറ്റം റോക്ക് എന്ന് പറയുന്നത്. കിതച്ചു തുടങ്ങി, കാരണം ചൂടായി തുടങ്ങി, നല്ല വെയിലൊക്കെ വന്ന് തുടങ്ങി അത്യാവശ്യം. അപ്പോൾ നമ്മളെന്താണ് വീഡിയോ ഇഷ്ടപ്പെടുന്നത് തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അത്രേ ഉള്ളൂ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. വയനാട് ട്രിപ്പ് അവസാനിച്ചിട്ടില്ല, ഇനിയും വീഡിയോസ് വരാനുണ്ട്. നമ്മൾ 1-2 പ്ലേസും കൂടെ പോകുന്നുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ. ദേ നമ്മൾ ഫാൻറ്റം റോക്കിൻ്റെ മുകളിൽ നിന്ന് ബൈ.